പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എയറോ ബ്രിഡ്ജ് ഉണ്ടാവും എന്ന് വിചാരിച്ചു, അതുണ്ടായില്ല. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ആ ചേച്ചി നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ബാഗിൽ നിന്ന് ട്രൈപ്പോഡൊക്കെ എടുത്ത് സ്റ്റാൻഡിൽ വെക്കുന്നു, ഫോൺ വെക്കുന്നു, സെൽഫി എടുക്കുന്നു. അത് എവിടെയാണ്? പാസ്പോർട്ട് കൗണ്ടറിൻ്റെ തൊട്ട് മുമ്പിൽ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇതാണ്, ഇത് എയർ ബസ് ആണ് കേട്ടോ. ഇവിടെ വേറൊരു കോമഡി ഉണ്ട്, ആൾക്കാർ ബബിൾക്കൊക്കെ ഒട്ടിച്ച് വെച്ചേക്കണം. നോക്കി, ഏതാണ്ട് 2 മണിക്കൂറായിട്ട് സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഈ വിമാനത്തിൽ 6.5 മണിക്കൂർ യാത്ര ചെയ്യും. എന്തൊക്കെയാണ് ഭയങ്കര രസമാണ്. ടൈം സോൺ വീണ്ടും മാറണം. 2000-ന്റെ നോട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. കാണിച്ചിട്ടുണ്ട്. 5000-ന്റെ നോട്ട് എടുക്കൂല, അവരിൽ ചേഞ്ച് ഇല്ലെന്നാ പറയണം. ഭയങ്കര സീനാണ്. ഇത് എവിടെ പോയി മാറ്റൂനി? ഇത് ഐസ് കളയുന്ന വണ്ടിയാ. ഇത് നോക്കി ബഹിരാകാശ പേടകം തോന്നണം. ഇവിടെ ഒരു സ്ഥലത്ത് തിന്നാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കടയിലെ പെണ്ണുങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്നു. എന്തൊക്കെ പിശാച് പിടിച്ച സാധനങ്ങളാണ്. ഇതിന് വെള്ളം കുടിക്കാൻ എന്ത് ചെയ്യും? കരടികൾ ഏറ്റവും കൂടുതൽ ലോകത്തുള്ളത് റഷ്യയിലാണ്. അതിന്റെ തോലാണെങ്കിൽ തൂക്കിട്ടാണ്. കാശ് കൊടുത്തു കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്പ് ചായകൾ റോബോട്ട് ഉണ്ടാക്കി തരും. എത്ര ടൈം സോണുകൾ കടന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. എത്ര ടൈം സോണല്ലേ. വേണ്ട, യാക്കൂസ്ക് സിറ്റി ലാസ്റ്റ് കാഴ്ച. എൻ്റെ മുഖം ഇപ്പോൾ നോക്കിക്കോട്ടെ, ഇപ്പോൾ അത്യാവശ്യം ക്ലീൻ ആയിട്ടിരിക്കണല്ലേ. കുറച്ച് കഴിയുമ്പോൾ അവസ്ഥ നോക്കിക്കോ, മൊത്തം ഐസ് പിടിച്ചിരിക്കെ. അപ്പോൾ നമ്മുടെ യാക്കുസ്കിലെ അവസാന ദിവസമാണ്. യാക്കുസ്കിൽ നിന്ന് വിട പറയുന്ന ദിവസം. ഞാൻ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു. ഇപ്പോൾ സമയം 1 മണി. ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നു. 5 മണിക്ക് നമ്മുടെ ഫ്ലൈറ്റ്. എങ്ങോട്ടാണ്, എന്തൊക്കെയാണ്, തിരിച്ച് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാം. അയ്യോ, 12 സെക്കൻഡുള്ളൂ. ഞാനൊന്ന് റോഡ് മുറിച്ച് കിടന്നോട്ടെ. ഇന്നേ ഫുള്ള് മഞ്ഞ് വീഴ്ചയാണ്. ഇതുണ്ട്, സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലെയിൻ പോണ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, കറക്റ്റ് ടൈം. ഇതേ പ്ലെയിൻ പോകുന്നുണ്ടോ? ഈ -30-ലും പ്ലെയിനൊക്കെ ഓടും. നമ്മളും ഫ്ലൈറ്റിൽ കയറിയാണല്ലോ പോകാൻ പോണ. ഈ -30 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇന്നത്തെ ഒരു ടെമ്പറേച്ചർ മാത്രമാണ്. ഇതിപ്പോൾ സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ മൊത്തം ഇത് കണ്ട ഐസായി, അല്ല മഞ്ഞായി. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞാണ് നോർമൽ ടെമ്പറേച്ചർ ഇവിടെ -50 വരുന്നതാണ്. നമ്മുടെ വന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിന് -30, 35 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 30ആണ്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ 2 രീതിയിലുണ്ട്. ഒന്ന്, ഭീകരമായ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണുമായിരിക്കും. പക്ഷേ -50 നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു വിഷമം കൂടിയുണ്ട്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി മിസ്സായി പോയിട്ടുണ്ട്. ട്രാൻസ് സൈബീരിയൻ റെയിൽവേ യാത്ര. അത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. പോകാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സീരീസ് മുഴുവൻ കണ്ടവർക്കറിയാം. നമ്മൾ ചൈനയിൽ നിന്ന് റഷ്യയിലോട്ട് കയറാനായിട്ടാണ് പ്ലാൻ. ഹർബനിയിൽ നിന്ന് ട്രാൻസ് മഞ്ചൂരിയൻ റെയിൽവേ വഴി നമ്മൾ യാത്ര ചെയ്ത് മൻഷോരി എന്ന് പറയുന്ന ബോർഡർ ടൗണിൽ വന്നു. അവിടെ നിന്ന് നമ്മളെ കടത്തി വിട്ടില്ല. അവർ പറഞ്ഞ് ഫ്ലൈറ്റ് കയറി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത് ബോർഡർ ക്രോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടേക്കായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനത് ക്യാൻസൽ ചെയ്തു. 2500 രൂപ പോയിട്ട് ബാക്കി റീഫണ്ട് കിട്ടി ഭാഗ്യത്തിന്. അങ്ങനെ ആ യാത്ര മുടങ്ങി. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് കയറിയാണ് റഷ്യയിലോട്ട് വന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇർക്കുസ്കിൽ പോയി, ലേക്ക് ബൈക്കിൽ കണ്ടു, യാക്കുസ്ക് വന്നു, ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസുകളായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ലാസ്റ്റ് പോകുന്ന ദിവസം മഞ്ഞ് വീഴ്ച. അപ്പോൾ അതുമായി എന്തായാലും കൊള്ളാം. അപ്പോൾ ഞാനിപ്പോൾ നേരെ നമ്മുടെ ടാനി ചേച്ചി നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലൂടെ നടക്കുകയാണ്. ഞാനൊരു മ്യൂസിയം കാണാൻ പോയതാണ്. മ്യൂസിയത്തിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമേ കണ്ടു കാണും. പക്ഷേ ഞാനത് ഇന്നാണ് എടുക്കുന്നത്. കാരണം അത് 3 ദിവസം അവധി. മാമത്ത് മ്യൂസിയം 3 ദിവസം അവധി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റ് ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് ആ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ, ഇന്നലെ പോകേണ്ടതായിരുന്നു ഞാൻ. അപ്പോൾ അതിന് പകരം വൈകിട്ടത്തെ ഫ്ലൈറ്റ് എടുത്തു. എന്നിട്ട് രാവിലെ പോയി മ്യൂസിയം കണ്ടിട്ട് പോകാമെന്നുള്ള പ്ലാൻ ഇട്ടിട്ട് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ഈ ആ ഒരു പോർഷൻ, മ്യൂസിയത്തിൻ്റെ പോർഷൻ മാത്രം നിങ്ങൾ ആദ്യമേ കണ്ടു കാണും. ഓക്കെ, അത് ഞാൻ ആക്ച്വലി ഇന്നാണ് എടുത്തത്. അപ്പോൾ ഞാൻ നടക്കാണ്. മഞ്ഞ് വീഴ്ച, ഫുള്ള് മഞ്ഞ് വീഴ്ച. സമയം 1 മണി. പക്ഷേ വൈകുന്നേരം ആയ പോലെ ഇല്ലേ, ഇതുണ്ടോ?
അപ്പോൾ ഞാൻ നമ്മുടെ താനെ ചേച്ചിയുടെ മുറിയിൽ വന്നു. ഇപ്പോൾ സമയം 1:45. അപ്പോൾ ഞാൻ പോവാണ്, ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാണ്. ഓക്കെ, see you, bye bye, thank you, spasibo. In Yakut language thank you മഖ്തൽ അതാണ് യാക്കുട്സ് ലാംഗ്വേജിൽ താങ്ക് യു എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ചേച്ചി നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് കണ്ട ചോറോൺ. ഇത് ഇവരുടെ ഒരു ട്രഡീഷണൽ സംഭവമാണ്. ഇങ്ങനെ മിൽക്കൊക്കെ കുടിക്കുന്നത്, പാൽ കുടിക്കുന്ന സംഭവം. അപ്പോൾ ഇതിനെ ചോറോൺ എന്നാണ് പറയുന്നത്. അതെനിക്കൊരു ഗിഫ്റ്റ് തന്നു. അതുപോലെ യാക്കുട്ടിയൻ ചോക്ലേറ്റ്. താങ്ക് യു. യെസ്. അപ്പോൾ ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇതൊരു കേരള എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ആന ഉണ്ടാ. ഇതെൻ്റെ ഇതുപോലെ കുറേ ഗിഫ്റ്റുകളുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവർക്കും കൊടുക്കും. അതാണ് ഞാൻ ഇവർക്ക് കൊടുത്തത്. അത് ഇവർ ഇവിടെ വെച്ചു. ഇതിവിടെ കുറേ ഉണ്ടോ. ഒരു ട്രിപ്പ് പോയതിൻ്റെ സാധനങ്ങൾ മൊത്തം ഉണ്ട്. തുർക്കിയും ദുബായും പിന്നെ പല രാജ്യങ്ങളും പോയതിൻ്റെയൊക്കെ സംഭവങ്ങൾ ഒട്ടിച്ച് വെച്ചേക്കാട്. ഓക്കെ, ബൈ, സി യു, ബൈ. യെസ്, നമുക്കപ്പോൾ പോവാം. യെസ്, ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ സമയം 2:15 കഴിഞ്ഞു. ഞാൻ 2 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. 5 മണിക്കാണ് ഫ്ലൈറ്റ്, കുഴപ്പമില്ല. 3 മണിയാകുമ്പോഴേക്ക് എത്തിയാൽ മതി. ഇവിടെ യാൻഡെക്സ് ഗോ എന്ന് പറയുന്ന ആപ്പുണ്ട്. ഞാനിവിടെ ഇല്ലയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി നമ്മൾ ഒരു ടാക്സി ബുക്ക് ചെയ്തു. ദേ വരുന്നുണ്ട്. നമുക്ക് ഒരു 20 മിനിറ്റ് ഉള്ളൂ കേട്ടോ എയർപോർട്ടിലോട്ട് ഉള്ള യാത്ര. അയ്യോ, ആ വണ്ടിയുടെ ടയർ കിടന്ന് ഇങ്ങനെ സ്പിന്നാവുന്നു. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ഇതാണ് നമ്മുടെ യാക്കുസ്ക് എയർപോർട്ട്. അത് അവരുടെ ഭാഷയിലാണ് എഴുതിയിരിക്കണം. ഇതാണ്ട ഇങ്ങോട്ട് വരാനായിട്ട് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ബസ്സിന് വരണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ ലഗേജ് ആയതുകൊണ്ടേ ഇതൊക്കെ കയറ്റി വരാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയാണ്. അതുകൊണ്ടാണ് ടാക്സി വിളിച്ചത്. ടാക്സിക്കായത് 320 രൂപകൾ. വലിയ സീനില്ല. ഞാൻ ഈ ഒരു ട്രിപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു ബാഗ് എടുത്തത്. സാധാരണ നമ്മൾ ബാക്ക് പാക്കായിട്ടാണ് പോകാറ്, അതാ സൗകര്യം. പക്ഷേ തണുപ്പിൻ്റെ വസ്ത്രങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ലഗേജ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അതുപോലെ എങ്ങോട്ടാണ് പോകണതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ദുബായ്ക്കാണ് പോകുന്നത്. ദുബായ്ക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ യാക്കുസ്കിന്ന് ഫ്ലൈറ്റ് ഉണ്ട്, പല സംഭവമുണ്ട്. ഇത് ഞാൻ യാക്കുസ്കിന്ന് ദുബായിലോട്ട് നോക്കിയ സമയത്ത് നോവോസിബ്രിസ്ക് അതാണ് സ്ഥലത്തിൻ്റെ പേര്. വേറെ സിറ്റിയാണ് അത്. റഷ്യയിലെ 3rd ലാർജസ്റ്റ് സിറ്റിയാണ്, വലിയ സിറ്റിയാണ്. അപ്പോൾ അതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടുന്ന് ഡയറക്റ്റ് നോവോസിബ്രിസ്ക്, പിന്നെ അവിടെ നിന്ന് കണക്ട് ചെയ്ത് ദുബായ്. അങ്ങനെ നോക്കിയപ്പോൾ ഏതാണ്ട് 45,000 രൂപയൊക്കെ റേറ്റ് കാണിക്കണം. അപ്പോൾ ഞാൻ വേറൊരു പരിപാടി ഇട്ടത്, ഞാൻ പിന്നെ ട്രെയിന് പോയാലെന്നൊക്കെ ആലോചിച്ചു. പക്ഷേ ഒരുപാട് ഡേയ്സ് കൊടുക്കും, ഇതിനേക്കാളും കൂടുതൽ ചിലവും. പിന്നെ അത് ടോട്ടൽ എക്സ്പെൻസ് ഏതാണ്ട് 19,000-നും 55,000 രൂപയൊക്കെ കാണിക്കണം. എന്ന് വെച്ചാൽ ഇവിടുന്ന് എന്തായാലും ഫ്ലൈറ്റ് കയറി പോകണം. പിന്നെ ഫ്ലൈറ്റ് കയറി ഇർക്കുസ്കിൽ പോയി, ഇർക്കുസ്കിൽ നിന്ന് പിന്നെ ട്രെയിൻ കയറി അങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര റേറ്റ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ക്രസനയോയാർസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം, അതായത് നോവോസിബ്രിസ്കിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു സിറ്റി. അങ്ങോട്ടേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് നോക്കിയപ്പോൾ 15,000 രൂപ. അപ്പോൾ ഞാനത് കൊള്ളാമല്ലോ. അത് അവിടെ നിന്ന് നോവോസിബ്രിസ്ക് വഴി ദുബായ്ക്ക് പോകാനായിട്ട് 15 രൂപ. അപ്പോൾ ഭയങ്കര ചീപ്പ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതാണ് നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് ക്രസനയാർസ്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഏതാണ്ട് കുറച്ച് ലേയോവർ ഉണ്ട്. ഇന്ന് വൈകുന്നേരം ഈ ഒരു യാക്കുസ്കും അതും തമ്മിൽ 2 മണിക്കൂറിൻ്റെ ടൈം സോൺ വ്യത്യാസമുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പിന്നെയുള്ള ഫ്ലൈറ്റ് പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിക്കാണ്. അതിനെക്കുറിച്ചൊക്കെ എന്തായാലും വഴി പറയാം. അപ്പോൾ ഞാൻ റൂമൊന്നും എടുക്കാനും പ്ലാനൊന്നുമില്ല. ജസ്റ്റ് എയർപോർട്ടിൽ തന്നെ ഇരിക്കാനാണ് എൻ്റെ പ്ലാൻ. ഒരു 6-7 മണിക്കൂർ ഇരുന്നാൽ മതി. മാക്സിമം 8 മണിക്കൂർ. 8 മണിക്കൂറല്ല, 6 മണിക്കൂർ ടൈമുണ്ട്. 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ ആ ചെക്കിൻ്റെ ആണ് ടൈമൊക്കെ ആവും. പിന്നെ ഇവിടുന്ന് യാക്കുസ്കിന് നോവോസിബ്രിസ്ക് പോകാനായിട്ടാണെങ്കിലും നോവോസിബ്രിസ്കിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ്, അവിടെ നിന്ന് പിന്നെ അടുത്ത ദിവസമുള്ളൂ. അപ്പോൾ എങ്ങനെ പോയാലും 1 ഡേ സ്റ്റേ നമുക്ക് വേണ്ടി വരും ഏത് റൂട്ടിൽ പോയാലും. അപ്പോൾ ഇതാകുമ്പോൾ ചിലവും കുറഞ്ഞ് വലിയ സീരിയല്ലാണ്ട് പോകാം എന്ന് വിചാരിച്ചു. അതാണ് നമ്മൾ ഇങ്ങനെ ഒരു റൂട്ട് എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ യാക്കുസ്ക് എയർപോർട്ട്. ഡിപ്പാർച്ചറൊക്കെ എവിടെയാണോ എന്തോ. ഇത് ഡൊമസ്റ്റിക് ടെർമില്ല. ഡൊമസ്റ്റിക് ആണല്ലോ നമ്മൾ ഡൊമസ്റ്റിക്കിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്തു, ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ ചെക്കിങ് കൗണ്ടർ എന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ. ഇവിടെ ആരും ഇല്ലല്ലോ, ഒട്ടും തിരക്കില്ല കേട്ടോ.
കൗണ്ടറെ തുറന്നിട്ടില്ല. നമ്മൾ ഒരുപാട് നേരത്തെയാണ് എത്തിയെന്ന് തോന്നുന്നു. പക്ഷെ ഒരുപാട് നേരത്തല്ല, ഇനി 2 മണിക്കൂറിൽ 3 മണിയായി. പക്ഷെ കാണിക്കാനുള്ള അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ എന്തായാലും. അപ്പോൾ 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കൗണ്ടറിലെ ആൾ വന്നു. നമ്മുടെ ബോർഡിംഗ് പാസ് അടിച്ചിട്ട്, ഇത് അറോറ എന്ന് പറയുന്നൊരു ഫ്ലൈറ്റാണ്, അറോറ എയർലൈൻ. പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് റോസിയ എയർലൈൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു എയർലൈനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നാലും ബോർഡിംഗ് പാസ് കിട്ടി. ഇനി നമുക്ക് ഡിപ്പാർച്ചർ ഹാളിലോട്ട് പോകാം. ഇവിടെ കണ്ട എയർലൈൻ ടിക്കറ്റ് കിട്ടും എന്ന് എഴുതി വെച്ചിരിക്കണം. ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ എയർലൈൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. ഇതാണോ ബോർഡിംഗ് ഗേറ്റ്? ബോർഡിംഗ് എഴുതിയിരിക്കുന്നത്. ഇത്ര ഉള്ള കാണുന്ന ചെക്കിങ് കൗണ്ടർ, ഇത് ബോർഡിങ്. അതുള്ളല്ലോ. അവിടെ കണ്ട വാതിലില്ലേ, അതിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി ചെക്കായിരുന്നു. വേറെ ഒന്നുമില്ല, ജാക്കറ്റൊക്കെ ജസ്റ്റ് എന്തായാലും ഊരണം, ക്യാപ്പ് ഊരണം, പിന്നെ ബാഗ് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. വേറെ ഒന്നും സീനൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഒരു ഹോളാണ് ഈ കാണുന്നത്. ഇതാണ് ഇർക്കുസ്ക് എയർപോർട്ടിൻ്റെ റൺവേയുടെ ഭാഗങ്ങളൊക്കെ. ഇത് കണ്ട, നമുക്ക് 2-ാം നമ്പർ ഗേറ്റാണ്, മുകളിലോട്ട് പോകാനുണ്ട്. ഇത് കണ്ട, അടിപൊളി. കുറേ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. മഞ്ഞ് മാറ്റുന്ന വണ്ടികളാണ് അതൊക്കെ. ഇന്ന് സ്നോ പെയ്യുന്നുണ്ട്, അപ്പോൾ മഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുക. വേറൊരു രസമുള്ളത്, ഞാനിന്ന് ടാക്സി പിടിച്ചിങ്ങ് വന്നില്ലേ, ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ കുറേ ടാങ്ക് മാത്രമല്ല, കുറേ മറ്റേ യുദ്ധ വണ്ടികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിടക്കുന്നു ഒരു ഭാഗത്ത്. ഞാൻ ആദ്യമായിട്ടാണ് റഷ്യൻ ടാങ്ക് കാണുന്നത്. ഒരു ഡാർക്ക് പച്ച കളർ. കൊള്ളാട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ മുകളിലോട്ട് വന്നു. നമുക്ക് ഒരുപാട് സമയമുണ്ട്, ഏതാണ്ട് 1.5 മണിക്കൂറുണ്ട്. ബോർഡിംഗ് ടൈം 4:30 കാണിക്കണം. മുകളിൽ വരുമ്പോൾ ഇവിടെ കുറേ ഷോപ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത്തിരി വെള്ളം മേടിക്കട്ടെ, ദാഹിച്ചിട്ട് പാടില്ല. ഇവിടുത്തെ കടയിലേ 150 രൂപ ഒരു കുഞ്ഞു കുപ്പി വെള്ളത്തിന്. 500 ml പോലും ഇല്ല, 300 ml. എൻ്റെ മുന്നേ ഭയങ്കര റേറ്റാണല്ലോ. ഈ ചൈനയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇഷ്ടംപോലെ കുടിക്കാൻ വെള്ളം കിട്ടുമായിരുന്നു എയർപോർട്ടിൽ, ചൂടുവെള്ളം വരെ കിട്ടും. ഇവിടെ അങ്ങനത്തെ സൗകര്യമൊന്നുമില്ല. ഇവിടെ പച്ചക്കളറുള്ള സംഭവങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതിനകത്ത് ഡ്രൈവി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് യാൻഡെക്സ് ഗോ പോലെ നമുക്ക് ഓൺലൈനിൽ ടാക്സി വിളിക്കാവുന്ന ഒരു ആപ്പാണ് അത്. യാക്കുസ്കിൽ ഏറ്റവും കൂടുതൽ ഡ്രൈവി ആണോ ഉള്ളത്. ഞാൻ ബാത്റൂമിൻ്റെ അവിടെയൊക്കെ വന്ന് നോക്കി, ഇനി ഇവിടെ എങ്ങാനും വെള്ളം കുടിക്കാൻ സൗകര്യം ഉണ്ടോയെന്ന്. അതൊന്നുമില്ല. സിഗരറ്റ് വലിക്കാനുള്ളൊരു സംവിധാനം കൊടുത്തിട്ടുണ്ട്, ഒരു പെട്ടിക്കൂട്. വെള്ളമില്ല, നന്നായി. ഇവിടെ ഈ കാണുന്നതൊക്കെ ഡയമണ്ടാണെന്ന് തോന്നണേ. കുറേ ജ്വല്ലറിയൊക്കെ ഉണ്ട്. ഡയമണ്ട് ക്യാപിറ്റൽ ഓഫ് റഷ്യ ആണല്ലോ യാക്കുസ്ക്. എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ജ്വല്ലറീസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. 150 രൂപയുടെ വാട്ടർ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സമയം 4:30. നമ്മുടെ ഫ്ലൈറ്റ് ബോർഡിങ്ങിന് വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു മാപ്പിംഗ് കൊടുത്തേക്കണ്ട. അതിനകത്ത് റെഡ് കാണുന്ന ഭാഗമാണ് ഈ യാക്കുട്ടിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സാഗാ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഏരിയ. റഷ്യയുടെ മാപ്പാണ് കണ്ട. യെസ്, അപ്പോൾ നമുക്ക് പോയി കയറാം. നമ്മൾ ഇർക്കുസ്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് മറ്റേ ചെറിയ ഫ്ലൈറ്റായിരുന്നു, അപ്പോൾ ബസ്സിലായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് ഫ്ലൈറ്റൊക്കെ കാണാൻ പറ്റി. ഇതിപ്പോൾ ഈ എയറോ ബ്രിഡ്ജിൽ കൂടി പോകുന്നതുകൊണ്ട് ഫ്ലൈറ്റൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇതാണ്. ഇത് എയർ ബസ്സാണ് കേട്ടോ. ഹലോ, എൻ്റെ സീറ്റ് 15 എന്തോ ഭാഗ്യത്തിന് നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് യാക്കുസ്കിൽ നിന്ന് ക്രസ്നോയാർസ്ക് എന്ന് പറയുന്ന സിറ്റി വരെ 3.5 മണിക്കൂറുണ്ട് കേട്ടോ. കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് 5 മണിക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ 6:30 എത്തും. അപ്പോൾ നിങ്ങൾ വരിക 1.5 മണിക്കൂറിനല്ലേ വ്യത്യാസമുള്ളൂ. ടൈം സോൺ മാറുകയാണ്. ഇവിടുത്തെ യാക്കുസ്കിലെ സമയവും ക്രസ്നോയാർസ്കിലെ സമയവും തമ്മിൽ 2 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി 3.5 മണിക്കൂർ യാത്ര. ഈ ഫ്ലൈറ്റ് കൊള്ളാട്ടോ, എയർ ബസ്സാണ്. ഇവിടെ ഡാർക്ക് നീല കളറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് ബെൽറ്റൊക്കെ കണ്ടോ, കൊള്ളാമല്ലേ. പുറത്തോട്ടുള്ള വ്യൂ ഇതാണ്. കംപ്ലീറ്റ് സ്നോ ആയിട്ട് കിടക്കാന്ന്. കുറേ വണ്ടികളിങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് വേറൊരു ഫ്ലൈറ്റ് ഉണ്ട്. ഇതേ നല്ല അടിപൊളി സീറ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉറങ്ങാനൊക്കെ പറ്റിയ കൊള്ളാം. എനിക്ക് നല്ല സുഖമുണ്ടിരുന്നിട്ട്. പിന്നെ എന്തോ ഭാഗത്തിനാണ് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് വിൻഡോ സീറ്റ് കിട്ടുന്നത്. സാധാരണ കിട്ടത്തില്ലായിരുന്നു. ഭയങ്കര സൗണ്ടാണല്ലോ. ഒന്നും മനസ്സിലാവില്ല, റഷ്യൻ ഭാഷയാണ്. ഇവിടെ വേറൊരു കോമഡി ഉണ്ട്. ആൾക്കാർ ബബിൾക്കൊക്കെ ഒട്ടിച്ച് വെച്ചേക്കണം. ഇത് നോക്കി, ഇവിടെ ഉണ്ട്, ഇപ്പുറത്തൊക്കെ ഉണ്ട്. അലമ്പ് സീനാണല്ലോ.
അങ്ങനെ നമ്മുടെ വിമാനം കൃത്യം 5 മണിക്ക് കറക്റ്റ് ടൈമിൽ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ റൺവേയിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല മൈനസ് ടെമ്പറേച്ചറാണ്. എന്തായാലും ഈ ഒരു നഗരത്തിനോട്, ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ നഗരമെന്ന വിശേഷണമുള്ള യാക്കുത്സ്കിനോട് നമ്മൾ വിട പറയുന്നു. ഇനി സമ്മറിലൊന്ന് വന്നാലൊന്നും ഇങ്ങനെ ആലോചിക്കരുത്. സമ്മറിലെ ക്ലൈമറ്റ് ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് 30 ഡിഗ്രിയൊക്കെ വരെ നമ്മുടെ നാട്ടിലെ പോലെ അത്രയും വരും. പക്ഷെ വിൻ്ററിൽ -50, -40 അങ്ങനെയൊക്കെ പോകും. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരുപാട് എക്സ്പീരിയൻസുകൾ ലഭിച്ച ഒരു സ്ഥലമായിരുന്നു യാക്കുത്സ്ക്. അതൊക്കെ കഴിഞ്ഞു നമ്മളതിനോട് വിട പറയാൻ പോകുന്നു. കുറേ ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചിറകിൻ്റെ ഭാഗത്ത് കരടിയുടെ പടമൊക്കെ കൊടുത്തേക്കണം. ഈ കിടക്കുന്ന ഫ്ലൈറ്റൊക്കെ കുറേ ഉണ്ടല്ലോ. ഇവിടെ കിടക്കുന്ന വിമാനത്തിൻ്റെ എൻജിൻ്റെ ഭാഗമൊക്കെ എന്തോ തുണി വെച്ചോ എന്തൊക്കെ വെച്ച് മൊത്തം മൂടിയിട്ടിരിക്കുകയാണേ. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അതുപോലെ ആ പൈലറ്റ് ഇരിക്കുന്ന ഭാഗമൊക്കെ ഇല്ലേ, അത് കംപ്ലീറ്റ് മൂടിയിട്ടേക്കാം. മഞ്ഞൊക്കെ പെയ്യുമല്ലോ, തണുപ്പ് അടിക്കാണ്ട് ഇരിക്കാനൊക്കെ ആയിരിക്കും. നമ്മുടെ ഫ്ലൈറ്റ് ഒന്നത് ഇങ്ങനെ വട്ടം തിരിയണേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ആ ഫ്ലൈറ്റിൻ്റെ ഈ പുക കാരണം, അല്ല ആ എൻജിൻ്റെ ഇത് കാരണം മൊത്തം മഞ്ഞൊക്കെ അങ്ങ് പൊന്തി. ഇത് കണ്ടോ, ഫ്ലൈറ്റ് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒന്ന് വട്ടം തിരിഞ്ഞ് ഇനി പറക്കാൻ പോവാം. അങ്ങനെ യാക്കുത്സ്കിനോട് വിട. ഏതാണ്ട് ആർട്ടിക് സർക്കിളിൽ നിന്ന് 450 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ എത്തി. അതുപോലെ വേറൊരു രസമുള്ളത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ നിന്നച്ച ഈ സിറ്റി 66 ഡിഗ്രി നോർത്താണ്. താഴെ യാക്കുത്സ്ക് സിറ്റി ഒക്കെ കാണാം, ബിൽഡിങ്സ് ഒക്കെ കാണാം, വണ്ടികളൊക്കെ പോകുന്ന വഴിയൊക്കെ കാണാം. ഞാനപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അന്റാർട്ടിക്കൻ ട്രിപ്പ് പോയപ്പോൾ സൗത്തിലോട്ടാണല്ലോ, ഭൂമിയുടെ താഴത്തോട്ട് 66 ഡിഗ്രി വരെ നമ്മൾ പോയി. അതേ സെയിം ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കണത്. എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് നോർത്ത് 66 ഡിഗ്രിയിലാണ് നമ്മൾ യാക്കുത്സ്കിൽ വന്നാൽ ഉണ്ടാവുക. അപ്പോൾ ഭൂമിയുടെ രണ്ടറ്റത്ത് നമുക്ക് പോകാൻ സാധിച്ചു. 66 ഡിഗ്രി വരെ പോകാൻ പറ്റുള്ളൂ. വേറൊരു രസമുള്ളത്, ആർട്ടിക്കിൽ നമുക്ക് വീണ്ടും മുകളിലോട്ട് പോകാൻ പറ്റും. കാരണം റഷ്യയും അതുപോലെ വേറെ രാജ്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് നോർത്ത് ഭാഗത്തോട്ട്. അതുകൊണ്ട് ഡിഗ്രി നമുക്ക് വീണ്ടും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കൂടും. പക്ഷെ അന്റാർട്ടിക്കൊക്കെ മാക്സിമം ആയിരിക്കും. വേണ്ട യാക്കുത്സ്ക് സിറ്റി ലാസ്റ്റ് കാഴ്ച. ടാറ്റാ ബൈ. ഏതാണ്ട് 2 മണിക്കൂറായിട്ട് സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? എന്താ വിശ്വസിക്കണം. നമ്മുടെ ഈ ഒരു യാത്രയിൽ ഏതാണ്ട് 3-3.5 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ, 3.5 മണിക്കൂർ യാത്രയുണ്ട്. 3.5 മണിക്കൂറും സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നോക്കി ആ ജനലയിൽ കൂടി കണ്ട, നമ്മൾ വിമാനം പുറപ്പെട്ടത് മുതൽ ഇതുവരെ ഇപ്പോൾ ഏതാണ്ട് 2.5 മണിക്കൂറായി. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൺസെറ്റിൻ്റെ കാഴ്ചകളാണ്. അടിപൊളി സീനല്ലേ? ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? മണിക്കൂറുകളായിട്ട് സൺസെറ്റ് അടിപൊളി സീനാണ്, ഒരു രക്ഷയില്ല. അതായത് നമ്മൾ ഒരു ടൈം സോണിൽ നിന്ന് മറ്റൊരു ടൈം സോണിലോട്ട് യാത്ര ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ. അതായത് സൂര്യൻ പോകുന്നതനുസരിച്ച് ഫ്ലൈറ്റും അതിൻ്റെ ഒപ്പം പോവാണ്. പോളിസി. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായി. നല്ല കൃത്യ സമയമുണ്ട്, ഓൺ ടൈമിൽ എത്തി. ഞാൻ ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ ഷൂ ഒക്കെ ഊരിയിട്ട്, ഇല്ലെങ്കിൽ ചൂടെടുത്ത് ചാവും. ഇത് നോക്കി ഇതിനകത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ച് ഞാൻ മാത്രമൊന്നും അങ്ങനെയല്ല, ഇവിടെയുള്ള എല്ലാവരും അപ്പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഷൂ ഊരിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ ഞാൻ ജാക്കറ്റ് ഊരി, ഇല്ലെങ്കിൽ ചൂടെടുത്തിട്ട് ഭയങ്കര സീനായിരിക്കും. അങ്ങനെ നമ്മുടെ വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നു. ഈ ക്രാസ്നിയാർസ്ക് എന്ന് പറയുന്ന സിറ്റി, പ്രധാന സിറ്റിയിൽ നിന്നൊരു 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു എയർപോർട്ട് ഇരിക്കുന്നത്. 3/4 മണിക്കൂർ യാത്രയുണ്ട് സിറ്റിയിലോട്ട്. താഴെ കാണുന്നതൊക്കെ വീടുകളൊക്കെ ഉണ്ടാ, മൊത്തം മഞ്ഞാണ്. ലാൻഡ് ചെയ്തു. കയ്യൊക്കെ അടിക്കണ്ടല്ലോ. ഇവിടെ 2 എയർപോർട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്
ഭയങ്കര സൗണ്ടാണ് ഇതിന് സ്പീക്കറിനെ. ഇവിടെ ഫുള്ള് സ്നോയാണ്, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, താഴെ ഫുള്ള് വെള്ള കളറാണ്, സ്നോയാണ്. അതുപോലെ അവിടെ ക്രാസ്നോ യാർസ്ക് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ക്രാസ്നോ യാർസ്ക്. അപ്പോൾ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു എയർപോർട്ട്. അതുപോലെ പുറത്ത് തണുപ്പ് കുറവാണ്. നമ്മൾ -35 വന്നത്, ഇവിടെ -21 തണുപ്പ് കുറഞ്ഞു. എന്നാലും -21 പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എയറോ ബ്രിഡ്ജ് ഉണ്ടാവും എന്ന് വിചാരിച്ചു, അതുണ്ടായില്ല. തണുക്കണ്ട് കൊള്ളാതെ. ബസ്സിൽ കയറണ്ട. നമ്മളേ ഇവിടെ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട നമ്മുടെ റൊക്സാന ഓർക്കുന്നുണ്ടോ? നമ്മുടെ റെയിൻഡിയറിൻ്റെ ഇവിടെ പോയില്ലേ, റെയിൻഡിയർ യാക്കൂസ്കിൽ, അതിൻ്റെ ഓണറാണ്. യെസ്. അപ്പോൾ നൈസ് ടു മീറ്റ് യു. ഓക്കെ ബൈ. ഓക്കെ സീ. സംഭവം മനസ്സിലായ? ആ റെയിൻഡിയറിൻ്റെ പരിപാടിക്ക് പോയില്ലേ നമ്മൾ, ആ ഏരിയയുടെ ഓണർ ഈ ചേച്ചിയാണ്, റൊക്സാന എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അവിടെ വെച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അത് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഇവിടെ വെച്ച് കണ്ടു. അതെന്തായാലും കൊള്ളാം. പുള്ളിക്കാരി പെട്ടെന്ന് ഓടി വന്നിട്ട് ഫോട്ടോ കാണിച്ചു തന്നു. ഇത് നമ്മളന്ന് ഫോട്ടോ എടുത്തില്ല എന്നൊക്കെ പറയും. അത് കൊള്ളാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു, ഈ എയർപോർട്ടിൽ വന്നു. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സമയം 6:30 6:45. എൻ്റെ ബാഗ് വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി എനിക്ക് ഇവിടുന്ന് ഒരു പേരൊക്കെ സീരാണ്, നോവോസിബ്രിസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് പോകണം. അത് റഷ്യയുടെ. ഇത് എൻ്റെ ബാഗല്ലേ പോണം. അയ്യോ, ഒരു മിനിറ്റ് എടുക്കട്ടെ. ഓക്കെ, യെസ്, സാധനം റെഡി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, റഷ്യയുടെ മറ്റൊരു സിറ്റി ആയിട്ടുള്ള നോവോസിബ്രിസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് പോകണം. ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ഉള്ളൂ. പക്ഷെ അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് നാളെ വെളുപ്പിനെ 4:15 വെളുപ്പിനെ 4:15. അത് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുള്ളൂ, കുറച്ച് അധികം സമയമുണ്ട്. വേണമെങ്കിൽ പുറത്ത് പോയി സ്റ്റേ അടിക്കാം. ഈ എയർപോർട്ടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. ഞാൻ നോക്കുമ്പോൾ 10,000 രൂപ. ഞാൻ വിചാരിക്കുന്നേ എയർപോർട്ടിൽ തന്നെ അങ്ങ് ഇരിക്കാം, കുറച്ച് മണിക്കൂറുകളല്ലേ ഉള്ളൂ. 4 മണി എന്ന് പറയുമ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ചെക്ക് ഇൻ ചെയ്യുമായിരിക്കും. അപ്പോൾ ഒരു 7 മണി 8 9 10 11 12 1 2 7 മണിക്കൂറുണ്ടല്ലേ. 7 മണിക്കൂറല്ലേ ഈ എയർപോർട്ടിൽ തന്നെ ഇരുന്നങ്ങ് തള്ളി നിൽക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ ഈ ഷൂ ഒക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ കട്ടി കൂടിയ ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഊരിക്കളയാം. കാരണം ഇനിയിപ്പോൾ ദുബായിലോട്ടാണ് പോകണം. നോവോസിബ്രിസ്കിൽ നിന്ന് നേരെ ദുബായിക്കാണ് പോകണം. അതായത് ഇവിടുന്ന് നോവോസിബ്രിസ്ക് 1.5 മണിക്കൂർ, ഒരു 2.5 മണിക്കൂർ ലേ ഓവർ. നോവോസിബ്രിസ്കിൽ നിന്ന് 6.5 മണിക്കൂർ നമ്മുടെ ദുബായ്. അതാണ് നമ്മുടെ ഫ്ലൈറ്റ് റൂട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഫ്ലൈറ്റിൽ തന്നെ ചൂടെടുത്തിട്ട് വെള്ളമായിരുന്നു. ഞാൻ ഇതൊക്കെ ഊരിക്കളയണമായിരുന്നു. അവിടെ ബാഗ് എടുത്ത ആൾക്കാരൊക്കെ പോയാൽ യെസ്. അപ്പോൾ ഞാനെന്നാൽ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇനി ഡിപ്പാർച്ചർ ഹാളിൽ പോയിട്ട് അവിടെ പോയി ഇരിക്കാം. പിന്നെ അവിടെ എന്തെങ്കിലും കടയൊക്കെ കാണുമായിരിക്കും, എന്തെങ്കിലും ഫുഡൊക്കെ നമുക്ക് നോക്കാം, സാഹചര്യം പോലെ. അപ്പോൾ നമ്മൾ എക്സിറ്റിലോട്ട് വന്നു. ഇതാണ് അറൈവൽ ഹാള്. വലിയ എയർപോർട്ടാണല്ലോ. അത്ര വലുതല്ല, അത്യാവശ്യം വലിയ സൈസൊക്കെ ഉണ്ട്. ഡിപ്പാർച്ചർ ഹാള് മിക്കവാറും ഈ ഭാഗത്ത് തന്നെ ആവാനാ സാധ്യത. എന്തായാലും 1 നില 2 നിലയൊന്നും ഇല്ല. ഉണ്ടല്ലോ, ഇതേ മുകളിലാണെന്ന് തോന്നണം. നമുക്ക് നോക്കാം. ഇവിടെ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റുകളും കടകളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വന്നത് ഇൻ്റർനാഷണൽ അറൈവൽ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഡൊമസ്റ്റിക് ആണല്ലോ വന്നത്. അപ്പോൾ ഇവിടെ കുറേ ചെക്കിങ് കൗണ്ടറൊക്കെ ഉണ്ട്. ഇത് തന്നെയാണ് ഡിപ്പാർച്ചർ. സീനില്ല. എന്തായാലും ഇപ്പോൾ ഡിപ്പാർച്ചർ ഭാഗത്തോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം 7 മണിക്കൂറുണ്ട്. ഇവിടെ നമ്മുടെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തത് കാണിക്കുന്നുണ്ട് 4:15 നോവോസിബ്രിസ്ക്. ഇത് ഈ റഷ്യൻ ഭാഷയിലാണെന്ന് തോന്നുന്നു ഈ ഒരു സിറ്റിയുടെ പേര്. ഇംഗ്ലീഷിൽ നോവോസിബ്രിസ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എയർലൈൻ. 23-24 ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോ? പോയി നോക്കാം. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. 1:15 ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യും. 1 മണി. ഇഷ്ടംപോലെ സമയമുണ്ട്. അതൊന്ന് ബാത്റൂമിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് ബാഗൊക്കെ ഒന്ന് ഒതുക്കി റീപാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ വന്നിട്ട് ഫുള്ളൊന്ന് റീസെറ്റ് ചെയ്ത്, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ടോയ്ലറ്റിൽ പോയിട്ട് ഊരിക്കളഞ്ഞു. എന്ന് വെച്ചാൽ ഈ പാൻറ്റിൻ്റെ അടിയിൽ മറ്റേ തെർമലൊക്കെ ഉണ്ടായിരുന്നു.
ചൂടെടുത്തിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ നൈസായിട്ട് ഊരിയിട്ട് എല്ലാം ബാഗ് ഒരു മൂലക്കിട്ട് തുറന്ന് ഫുള്ള് റീപാക്ക് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് കയറ്റി നമ്മുടെ ഷൂ എടുത്ത് മാറ്റി. അതൊരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ചൂടായിരുന്നു. മറ്റേ നമ്മൾ അവിടെ ഉപയോഗിച്ച ഷൂ ഇല്ലേ, അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ബാഗിലോട്ട് കയറ്റി. എന്നിട്ട് ബാഗിലിരുന്ന പഴയ ഷൂ എടുത്തിട്ട് ഇട്ടു. സോക്സൊക്കെ മാറ്റി സാധാ സോക്സാക്കി. അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി ഒന്ന് റീപാക്ക് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ ഒരു ജാക്കറ്റ് എടുത്തിട്ട്, പിന്നെ ഈ ജാക്കറ്റ് അകത്ത് കയറ്റാൻ നോക്കിയിട്ട് നടക്കണില്ല, രക്ഷയില്ല. അത് കൈ പിടിക്കാം, വേറെ വഴിയില്ല. അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാഗ് ഞാൻ എടുക്കാനുള്ള പ്രധാന റീസൺ നമ്മുടെ ഇത്രയും വലിയ ജാക്കറ്റും പിന്നെ അതനുസരിച്ച് പാൻറ്റും ഈ ഷൂവും അങ്ങനെ എല്ലാം ഹെവിയാണ്. കാരണം സൈസ് കൂടുതലാണല്ലോ, നമ്മൾ സാധാരണ യാത്ര ചെയ്യണ പോലെ അല്ല. എല്ലാം വലിയ വലിയ സാധനങ്ങളാണ്, ജാക്കറ്റും പിന്നെ പല ലെയർ സാധനങ്ങളും. അപ്പോൾ ഒരുപാട് സൈസ് വേണം. അപ്പോൾ നമുക്ക് ബാക്ക് പാക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ പെട്ടി എടുത്തത്. പക്ഷെ പെട്ടി എടുത്തിട്ടും തികയണില്ല, ഇത് വെക്കാൻ പറ്റിയില്ല. അതൊക്കെയാണ് അവസ്ഥ. അത്രയും സൈസ് സാധനങ്ങൾ ഒക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇങ്ങനൊരു യാത്ര ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ കുറേ കഫേ പോലത്തെ കടകളൊക്കെയാണ് ഇരിക്കുന്നത്. കുറേ റെസ്റ്റോറൻറ്റൊക്കെ ആണെങ്കിലും കഫേ പോലത്തെ സംഭവങ്ങളാണ്. വലിയ വലിയ ഫുഡൊന്നും നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ സ്നാക്സ് കഴിക്കാൻ നോക്കിയിട്ട് എന്തോ ടൈപ്പ് സ്നാക്സൊക്കെ ഇരിപ്പുണ്ടായി. ഞാൻ നോക്കുമ്പോൾ റേറ്റ് 500 ഭയങ്കര ചാർജ്. പിന്നെ ഞാൻ വിചാരിച്ചു അതെങ്കിൽ അത് എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ 5000-ൻ്റെ നോട്ടായിരിക്കണം. ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുപ്പി വെള്ളവും മേടിക്കാമല്ലെന്ന് വെച്ചിട്ട് ഞാൻ 5000-ൻ്റെ കൊടുത്തപ്പോൾ അയാളെ ചേഞ്ച് ഇല്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്, ഇവർ 5000-ൻ്റെ നോട്ടൊക്കെ കൊടുത്താൽ എടുക്കില്ല എന്ന് വെച്ചാൽ അവർ ചേഞ്ച് ഇല്ല, ബാക്കി തരാനില്ല എന്ന് പറയും. ഉണ്ടെങ്കിലും തരില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഡോളർ മാറ്റിക്കഴിഞ്ഞാൽ 5000-ൻ്റെ നോട്ടേ കിട്ടുള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് ചേഞ്ച് ആക്കാന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ്, അതൊരു വലിയ പണിയാണ്. പിന്നെ കാർഡ് എന്താ, അപ്പോൾ അയാൾ പറഞ്ഞ് കാർഡ് ടാപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർഡ് ഇവിടെ എടുക്കില്ല. വെറുതെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്ത് നോക്കി, നടന്നില്ല. പിന്നെ എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ കഴിക്കാണ്ട് അങ്ങ് പോയി. പിന്നെ ഞാൻ അവിടെ ഒരു അറ്റത്തൊരു കട നടന്നു പോയപ്പോൾ ഒരു കട കണ്ടപ്പോൾ ഒരു കുപ്പി വെള്ളം മേടിച്ച് 120. അതുകൊണ്ട് ഒരു കുപ്പി വെള്ളം മേടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. സമയം ഇപ്പോൾ 8 മണി ആയി. ഇനി 1 മണി വരെ, ഏതാണ്ട് 5 മണിക്കൂർ. വലിയ സീനൊന്നുമില്ല. ഞാൻ ഇതിനും കൂടുതൽ സമയം ഇരുന്നിട്ടുണ്ട്. ബാംഗ്ലൂർ എയർപോർട്ടിൽ 8 മണിക്കൂർ ഞാൻ ഇരുന്നിട്ടുണ്ട് ഇതുപോലെ. നമുക്കത് പ്രശ്നമൊന്നുമല്ല. ഇനി ഈ ചെറിയ മണിക്കൂറത്തേക്ക് പുറത്ത് പോയി ഇനി ജാക്കറ്റും ഒന്നുമില്ല, ഷൂ ഒന്നും ഇല്ലാണ്ട് ഇനി പുറത്തോട്ട് തണുപ്പിൽ പോയി റൂം എടുത്ത് കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കുറച്ച് നേരം ഇരുന്നാൽ മതിയല്ലോ. പിന്നെ അന്നത്തെ ബാംഗ്ലൂർ എയർപോർട്ടിലൊക്കെ നമുക്ക് കിടന്നുറങ്ങാനുള്ള ഫെസിലിറ്റിയും സൗകര്യമൊക്കെ ഉണ്ട്. അതുപോലത്തെ സീറ്റും ഇവിടെ ഒന്നുമില്ല. ചെറിയൊരു എയർപോർട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വേറെ ഒന്നുമില്ല. എന്തായാലും വെയിറ്റ് ചെയ്യന്നെ. ഇവിടെ ഈ എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊരു സംഭവം കണ്ടേ. ഇത് കണ്ടോ, ഇതെന്താ പേടകോ, മറ്റേ ബഹിരാകാശ പേടകമെന്ന് തോന്നണം. അതിൻ്റെ ഒരു മാതൃക ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കൊള്ളാലേ, ഏതോ റഷ്യൻ പേടകമാണെന്നാണ് തോന്നണം. ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് തിന്നാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇവിടെ ഒരു കട കണ്ടുപിടിച്ചു. അത്യാവശ്യം കുറേ ഫുഡുകളൊക്കെ ഉണ്ട്, പോർക്കിൻ്റെ ഐറ്റംസ്, അങ്ങനെ കുറേ സാധനമൊക്കെ ഉണ്ട്. പക്ഷേ 5000-ൻ്റെ നോട്ട് എടുക്കില്ല, അവരിൽ ചേഞ്ച് ഇല്ലെന്നാണ് പറയണത്. ഭയങ്കര സീനാണ്. ഇത് എവിടെ പോയി മാറ്റും ഇനി? കറൻസി എക്സ്ചേഞ്ച് വല്ലതും ഉണ്ടെന്ന് നോക്കട്ടെ. ഈ പുറകെ കാണുന്ന ഒരു ഇൻഫർമേഷൻ കൗണ്ടറാണ്. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ടാക്സ് വിളിക്കാനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല, ഫുഡ് കഴിക്കാനാണ്. ഒരു രക്ഷയില്ല. ഇവിടെ കൊടുത്തിട്ട് ഈ നോട്ട് ഒരു മനുഷ്യനും എടുക്കണില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് ചേഞ്ച് ഇല്ലാണ്ടായിരിക്കും എന്ന് പറഞ്ഞ്. ചേഞ്ച് ഇല്ല, പിന്നെ എന്ത് ഈ നോട്ട് കൊണ്ട് ഉപകാരമില്ലല്ലോ. അങ്ങനെ ചേഞ്ച് കിട്ടി മോനെ. 2000-ൻ്റെ നോട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. കാണിച്ചിട്ടുണ്ട്. 2000-ൻ്റെ നോട്ട് 1000 കിട്ടി. ഈ ഇൻഫർമേഷൻ കൗണ്ടറിൽ ഇരിക്കണ ചേച്ചി നമ്മളെ ഹെൽപ്പ് ചെയ്തു. അവർ അവിടെ ഇവിടെയൊക്കെ ചോദിച്ച് അവസാനം നമുക്ക് ഒപ്പിച്ച് തന്നു. എന്താണ് കാശുണ്ടായിട്ടും ഒരു ഉപകാരമില്ലാത്ത പോലെ. അങ്ങനെ ഫൈനലി ഫുഡ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സമയം 9 മണിയായി. അപ്പോൾ ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ പ്രശ്നം. 5000-ൻ്റെ നോട്ട് എങ്ങും എടുക്കണില്ല. ഇത് ഞാൻ ഇന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ ഒരു പ്രശ്നം ഞാൻ അനുഭവിച്ചതാണ്. ചേഞ്ച് കിട്ടാൻ
ഭയങ്കര പാടാണ്, ഭയങ്കര സീനാണ് 5000-ൻ്റെ നോട്ടിന്. അങ്ങനെ ഇപ്പോൾ ആ ചേച്ചി ഹെൽപ്പ് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ട്. അതുകൊണ്ട് കുറച്ച് ഉരുളക്കിഴങ്ങ്, പോർക്ക്, ക്യാരറ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം. ഇത് ഗ്രാം അനുസരിച്ചാണ് ഇവിടെ കിട്ടിയത്. പിന്നെ ഇതൊരു പോർക്കിൻ്റെ ഒരു ഐറ്റമാണ്, പോർക്ക് തന്നെയാണ്. മുട്ടയാണെന്ന് തോന്നുന്നു മുകളിൽ. അതൊക്കെ മുമ്പിൽ കണ്ടെങ്കിൽ മേടിച്ച് വെച്ചാൽ എന്നിട്ട് പാടില്ലായിരുന്നു. എല്ലാം കൂടി 1100 ആയി ടോട്ടൽ എമൗണ്ട്. നല്ല എമൗണ്ടാണ്. ഒരു 1500 കൂടി ഇട്ടാൽ പുറത്ത് റൂം എടുക്കായിരുന്നു. പിന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ യാക്കൂസ്കിൽ നിന്ന് ഒമിയക്കോൺ എന്ന് പറയുന്നൊരു വില്ലേജിലോട്ട് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനത് വേണ്ടാന്ന് വെച്ചാണ്. ചിലപ്പോൾ പലരും ചോദിക്കുമായിരിക്കും, ഒരുപാട് പേര് പോകുന്ന സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 32,000 രൂപ വരും ടോട്ടൽ എക്സ്പെൻസ്. അതായത് ഒരു 12,000 അല്ലെങ്കിൽ 10,000 രൂപ വൺ സൈഡ് വണ്ടിക്ക്, തിരിച്ച് അതുപോലെ തന്നെ മിനിമം ഒരു 20,000 രൂപ വണ്ടിക്ക് വരും. ചില സമയത്ത് 12,000 വെച്ച് മേടിക്കും, അപ്പോൾ 24,000 ആവും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വില്ലേജിൽ ആകെ 500 പേര് മാത്രം താമസിക്കുന്ന ഒരു വില്ലേജാണ് ഈ ഉമിയക്കോൺ എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് -71 വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതൊരു ഗ്രാമമാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേയും സംഭവമൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്ത് കിട്ടിയായിരുന്നു. 4,000 രൂപ ഒരു ദിവസം, ഏതാണ്ട് ഇന്ത്യൻ മണി 5,000 രൂപ അടുത്ത് വരും. പക്ഷേ 2 ദിവസം മിനിമം നിൽക്കേണ്ടി വരും, കാരണം തിരിച്ച് വണ്ടി കിട്ടില്ല. തിരിച്ച് വണ്ടി കിട്ടിയില്ലെങ്കിൽ 3-4 ദിവസം നിൽക്കേണ്ടി വരും. ഒന്നും പറയാൻ പറ്റില്ല, കാരണം ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. യാക്കൂസ്കിന്ന് ഏതാണ്ട് 900 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ മറ്റേ ബസ്സോ സംഭവങ്ങളൊന്നുമില്ല. ഒരു ഷെയർ ടാക്സി പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ബൈക്കിലേക്കിലൊക്കെ പോയില്ല, അതേപോലത്തെ ഒരു വണ്ടിയിൽ പോകുന്ന പരിപാടിയാണ്. ഞാൻ നോക്കിയിട്ട് അവിടെ ഒന്നുമില്ല പ്രത്യേകിച്ച് കാണാനോ. ജസ്റ്റ് ആ പണ്ടെങ്ങാനോ -71 വന്നിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും പോയിട്ട് തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. ഇത്രയും എക്സ്പെൻസ് മുടക്കി 30,000-35,000 രൂപ അതിനു വേണ്ടി മുടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാത്തത്. ആരെയും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, നമ്മളിപ്പോൾ കണ്ടൊക്കെ തന്നെ അവിടെ ഉള്ളൂ. അതാണ് അവിടെ പോകാൻ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കഴിക്കട്ടെ. സമയം 1 മണി. നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നിട്ട് സമയമൊക്കെ അങ്ങ് കളഞ്ഞ് കുറച്ച് നേരം ഉറങ്ങി, കുറച്ച് നേരം ഫുഡ് കഴിച്ചു. അവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് അവിടെ അങ്ങ് ഇരുന്ന്, പിന്നെ മൊബൈലൊക്കെ നോക്കിയിരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച്, അതൊക്കെ തന്നെ പരിപാടി. ഇതേ പിന്നെയും പണിപാളി. ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2:15 എഴുതി വെച്ചിരിക്കുന്നത്. നേരത്തെ 1:15 ഇനിയപ്പോൾ 1 മണിക്കൂർ പോസ്റ്റ്. അങ്ങനെ കൃത്യം 2:15 ചെക്ക് ഇൻ ആരംഭിച്ചു. ഫസ്റ്റ് ഞാൻ തന്നെ പോയി ഇതേ ബോർഡിംഗ് പാസ് എടുത്ത്. ബാഗ് നമുക്ക് ഇതിനിടയിൽ കണക്റ്റിംഗ് ഫ്ലൈറ്റും ഉണ്ട്. അപ്പോൾ ഇത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്, അതിനുശേഷം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയിരിക്കും. പക്ഷേ ബാഗ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും, ദുബായിൽ കിട്ടും. അപ്പോൾ അത് കുഴപ്പമില്ല, സീനില്ല. അപ്പോൾ നേരെ സെക്യൂരിറ്റി ചെക്ക് പോട്ടെ. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കൂടി ഇനി ഗേറ്റിലോട്ട് നടക്കാണ്. എൻ്റെ ഗേറ്റ് നമ്പർ 7 കേട്ടോ. ഇതേ ഡൊമസ്റ്റിക് ട്രാൻസ്ഫറാണ്. അതായത് ഇത് ഇവിടുത്തെ സിറ്റിയിൽ നിന്ന് തന്നെ മറ്റൊരു സിറ്റിയിലോട്ട് പോകുന്നതല്ലേ. അപ്പോൾ ഇമിഗ്രേഷൻ അടുത്ത സ്ഥലത്തായിരിക്കും, അടുത്ത ലേ ഓവർ വരുന്ന ഭാഗത്തായിരിക്കും മിക്കവാറും ഇമിഗ്രേഷൻ. അതിൻ്റെ പരിപാടി എന്താണെന്ന് എനിക്കറിയത്തില്ലെന്ന്, എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ ചെന്നായുടെ ആണോ എന്ത് മൃഗത്തിൻ്റെ ആണെന്ന് അറിയത്തില്ല, അതിൻ്റെ തോലൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് നോക്കിയേ, അയ്യോ, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ പോലെ ഉണ്ട്, വേണ്ട കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ മൃഗങ്ങളുടെ തോലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ് ഒരു എയർപോർട്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കുറേ കടകളും ലൈറ്റിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. 7 നമ്പർ ഏറ്റവും അറ്റത്ത്. അതെ, ചെന്നായ അല്ല കേട്ടോ. ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ചെന്നായുടെ വല്ല കാണുന്ന വിചാരിക്കും, പക്ഷെ അത് കരടിയാണ്. ഇവിടെ പടം വെച്ചിട്ടുണ്ട്, കരടി. ഇവിടെ ഇഷ്ടം പോലെ കരടിയുണ്ട്. കരടികൾ ഏറ്റവും കൂടുതൽ ലോകത്തുള്ളത് റഷ്യയിലാണ്. അതിൻ്റെ തോലാണ് ഈ തൂക്കിയിട്ടാണ്. എൻ്റെ പൊന്നോ, കരടി ഉൽപ്പന്നങ്ങൾ വല്ലതും കിട്ടുമെന്ന് തോന്നണം. എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സംഭവം എന്താണെന്നറിയാമോ? ഇത് റോബോട്ട് ചായ ഉണ്ടാക്കി തരും. കാശ് കൊടുത്തു കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്പ് ചായകൾ റോബോട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ ആ ചേട്ടനത് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ഇത് കൊള്ളാമല്ലോ. ആ ചേട്ടൻ പൈസ പേയ്മെൻറ്റ് ചെയ്തു ഓൺലൈനായിട്ട്. അപ്പോൾ
മെഷീൻ തന്നെ കപ്പെടുക്കുന്നു, ചായ നിറയ്ക്കുന്നു. കണ്ട കണ്ട പല ടൈപ്പ് ഡ്രിങ്ക് ഉണ്ടെന്നുണ്ട്. ചായ മാത്രമല്ല, സെലക്ട് ചെയ്ത് കൊടുക്കണ എന്താണോ അത് നിറച്ച് തരും. വേണ്ട പൊളി, അതാണ് സംഭവം. അതുപോലെ നമ്മൾ പോകുന്നത് S7 എന്ന് പറയുന്ന ഒരു എയർലൈൻസാണ്. നല്ല രസമുള്ള ബോർഡിംഗ് പാസ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഈ സൈഡിൽ കാണുന്നത് പവർ ബാങ്ക് വെച്ചിരിക്കുന്നതാണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്കത് എടുക്കാം, മൊബൈലൊക്കെ ചാർജ് ചെയ്യാം. ഇവിടെ ഒരു ഗെയിമിങ് സെറ്റപ്പൊക്കെ ഉണ്ട്, മറ്റേ ഹെഡ്ഫോണൊക്കെ ഉണ്ടല്ലോ. പിന്നെ നേരത്തെ നമ്മൾ ആ കടയിൽ പോയി ചുമ്മാ കുത്തിയിരുന്ന നേരത്ത് ഞാൻ ഓൺലൈൻ കയറിയിട്ട് S7 എയർലൈൻസിൽ ഓൺലൈൻ ചെക്കിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെക്കിൻ പരിപാടിയൊക്കെ നേരത്തെ തീർത്ത് വെച്ചു. പിന്നെ ബാഗ് ഡ്രോപ്പ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സീറ്റ് സെലക്ഷനും ഞാൻ ചെയ്തു വെച്ച്. വിൻഡോ സീറ്റ് എടുത്തു, 2 ഫ്ലൈറ്റിൻ്റെ വിൻഡോ സീറ്റ് എടുത്തു. അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ ചെയ്യാൻ പറ്റും, ഓൺലൈൻ ചെക്കിൻ ചെയ്താൽ മതി. പിന്നെ ആ കടയിലെ പെണ്ണുങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്നു. അവർ തമ്മിൽ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് നോക്കി പറഞ്ഞിട്ട് ചിരിക്കുന്നു. ഇത് ഞാൻ ഇവിടെ വരുമ്പോൾ സ്ഥിരം കാണുന്നതാണ്. നമ്മളെന്തോ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ആളാണെന്ന് വിചാരിച്ചാണ്. എൻ്റെ പൊന്നോ, ഞാൻ അവിടെ ഒരു കടയിൽ കയറിയിട്ട് ഒരു കുപ്പി വെള്ളം മേടിക്കാമെന്ന് വെച്ച് 120 എന്ന് പറഞ്ഞ റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ കടയിൽ ആരെയും കാണാനില്ലേ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു ചേച്ചീനോട് കുറച്ച് വേറെ എനിക്കൊണ്ട് ക്ലീനിങ് ചെയ്യണ ചേച്ചിയാന്ന് തോന്നുന്നു. പുള്ളിക്കാരി വന്നിട്ട് അവിടെ കൗണ്ടറിൻ്റെ അവിടെയിൽ ഇങ്ങനെ ഒരാൾ കിടക്കണം, ഒരു പെണ്ണ്. ഞാൻ നോക്കുമ്പോൾ കിടന്ന് ഉറങ്ങണം. അപ്പോൾ അവർ നമ്മൾ കുട്ടിയും വിളിച്ച് അത് ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ആ പെണ്ണ് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനപ്പോൾ അതേ പൈസ എടുത്ത് വെച്ചിട്ട് 120 കാശ് കൊടുത്ത് ഒരു കുപ്പി വെള്ളം എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് എന്തോ ഒക്കെ പറഞ്ഞിട്ട് ആ വഴി അങ്ങ് ഇറങ്ങിപ്പോയി. എന്തൊക്കെ പിശാച് പിടിച്ച സാധനങ്ങളാണ്. ഇനി വെള്ളം കുടിക്കാൻ എന്ത് ചെയ്യും? ഒരു വെള്ളം കുടിക്കാനുള്ള സംവിധാനം. ഇനിയിപ്പോൾ ഈ കാണുന്ന ബാറ് പോലെ ഇരിക്കണ കഫേയും അവിടെ കയറി കുടിക്കാൻ പോകുമ്പോൾ ഭയങ്കര എമൗണ്ട് ആവും. ഓരോരോ അവസ്ഥ. ഞാൻ അവിടെ ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് കണ്ണടച്ച് പോയത്, ഉറങ്ങിപ്പോയി. പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. ചെക്കിൻ ബോർഡിങ് തുടങ്ങി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. എയറോ ബ്രിഡ്ജ് ആയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ തണുത്ത് വരയ്ക്കും. എയറോ ബ്രിഡ്ജ് തന്നെയാണ്, പക്ഷെ തണുക്കുന്നുണ്ട്. ഞാൻ ജാക്കറ്റ് കൈ പിടിച്ചേക്കാണ്, വേറെ ഒന്നുമില്ല, എല്ലാം ഊരിക്കളഞ്ഞല്ല. അങ്ങനെ അടുത്ത ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. ഇത് 4:15 പുറപ്പെടും. 1.5 മണിക്കൂറുള്ളൂ. ഇത് കൊള്ളാമല്ലേ, സീറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല വീതിയൊക്കെ ഉണ്ട്. ഈ ജനലൊക്കെ വേറൊരു ഡിസൈനാണ്, കുറച്ചും കൂടി വീതിയുണ്ട്. ഇപ്പോൾ ഇവിടെ എയർപോർട്ടിൻ്റെ പേര് എഴുതിക്കണ ക്രസ്നോയാർസ്ക്, അതാണ് സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നു, നേരെ നോവോസിബിർസ്ക്. ഇതൊക്കെ ഒരു വണ്ടി വന്ന കണ്ട, ഈ ജനലിലൊക്കെ മൊത്തം ഐസാണ്. ഇത് ഐസ് കളയുന്ന വണ്ടിയാണ്. അതിനകത്തൊരാളിരിക്കുന്നുണ്ട്, ഒരു ക്രെയിനാണ്. ഇതൊക്കെ ഓഹാ പൊളിച്ച് മൊത്തം പോക. അതായത് ആ ഭാഗത്തുള്ള ഐസ് പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം മാറ്റുന്ന. എനിക്ക് ചൂട് വെള്ളമാണോ ചൂട് പുകയോ എന്തോ അടിക്കുന്നുണ്ട്. ഇത് കണ്ട, ഇങ്ങനെ മൊത്തം പുകയെ പോലെ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയുണ്ട് ഈ സംഭവം ക്ലീൻ ചെയ്യുന്നത്. ഐസ് മൊത്തം കളയുന്ന, പുറത്ത് മൊത്തം മഞ്ഞല്ലേ. ആയിക്കോട്ടെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. പക്ഷെ മൊത്തം പുകയുണ്ടോന്നും കാണാൻ പറ്റുള്ള. കഴിഞ്ഞ് മൊത്തം ക്ലീൻ ചെയ്തത്, അവിടെയുള്ള ഐസൊക്കെ മൊത്തം പോയി. അതിനുള്ളൊരു വണ്ടിയാണ്. അങ്ങനെ നമ്മുടെ പ്ലെയിനൊന്ന് കുളിച്ച ശേഷം പുറപ്പെടുകയാണ്. ക്രസ്നോയാർസ്ക് എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്നും, ഈ ഒരു സ്ഥലത്ത് നിന്നും ഇനി നോവോസിബിർസ്കിലേക്ക്. സമയം 5:30, അതായത് ഇവിടുത്തെ സമയം 5:30. സെയിം ടൈം സോൺ തന്നെയാണ്, സമയം വ്യത്യാസമൊന്നുമില്ല. 5:30 എത്തിയാൽ ഇനിയിപ്പോൾ 8:30 അടുത്ത ഫ്ലൈറ്റ് എനിക്ക് ദുബായിക്കുള്ളത്. ഉറക്കൊന്നും ശരിയാണല്ലോ കേട്ടോ. അയ്യോ,
നോക്കി അവിടെ ഒരു S7 എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്, പച്ച കളർ, ഫുൾ പച്ച. എൻ്റെ ബാഗ് അങ്ങ് പുറകിലാണ് വെച്ചാണ്, സ്ഥലമില്ലാണ്ട്. എല്ലാവരും ഇറങ്ങിയാലേ ബാഗ് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ തിരിച്ചുള്ള യാത്രയിലെ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങാണ്. ഇനിയാണ് നമ്മുടെ പ്രധാന കാര്യമുള്ളത്, ഇമിഗ്രേഷൻ. ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ ഫ്ലൈ ചെയ്ത് വന്നത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. ഇനി ഇൻ്റർനാഷണലിലോട്ട് മാറണമല്ലോ, അവിടെ ആയിരിക്കുമല്ലോ ഇമിഗ്രേഷനൊക്കെ ഉണ്ടാവുക. അത് കണ്ടുപിടിക്കും. ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മുടെ ബാഗ് ഓട്ടോമാറ്റിക്കലി ഡൊമസ്റ്റിക്കിൽ നിന്ന് ഇൻ്റർനാഷണലിലോട്ട് പൊക്കോളും എന്നാണ് അവർ പറഞ്ഞത്. ദുബായ് കിട്ടും നമ്മുടെ ബാഗ്. പക്ഷെ നമ്മളെങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല ഇതുവരെ. കണക്റ്റിംഗ് ഫ്ലൈറ്റ് നേരെ പൊക്കോളാൻ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഡൊമസ്റ്റിക് ആണോ ഇൻ്റർനാഷണൽ ആണോ എന്നറിയത്തില്ല. നോക്കട്ടെ. ഇവിടുത്തെ ടി വിയിൽ ഇൻ്റർനാഷണൽ സ്ഥലങ്ങളൊന്നും കാണിക്കണില്ല. അങ്ങനെയാണാവോ പരിപാടി. ഞാനപ്പോൾ സംശയിച്ച പോലെ തന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഡൊമസ്റ്റിക്കാണ് ഇവിടെ ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് എനിക്ക് ഇങ്ങോട്ട് ഒരു സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ നിന്ന് അവർ ഉദ്ദേശിച്ചത് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ആയിരിക്കാനാണ് സാധ്യത. ഈ ഒരു ലൊക്കാലിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഊഹം. നോക്കാം എന്തായാലും. തുറയൂല്ലേ? ഭാഗ്യം. എക്സിറ്റാണല്ലോ, പുറത്തു പോകണോ? ഇത് ബാഗേജ് ക്ലെയിം എത്തിയല്ലോ. എക്സിറ്റ് ടു ദ സിറ്റിന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പുറത്തോട്ട് പോയിട്ട് ഞാൻ വീണ്ടും കയറണമെന്ന് തോന്നണേ, അന്വേഷിക്കട്ടെ. ഇത് കണ്ട, ഇത് പുറത്തോട്ട് പോകാനുള്ള വഴി സ്കാൻ ചെയ്തൊക്കെ പോകണം. ഞാൻ നോക്കുമ്പോൾ ഇവിടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും, കാരണം ഡൊമസ്റ്റിക് വേറെ മുകളിലുണ്ടല്ലോ. അപ്പോൾ കണ്ടുപിടിച്ച് ഇത് ഇർക്കുസ്ക് എന്നൊക്കെയാണല്ലോ എഴുതിക്കണം. നോക്കട്ടെ സമയം. കണ്ടുപിടിച്ച മോനെ, 8:25 ദുബായ്. 7:30 ചെക്കിൻ തുടങ്ങത്തുള്ളൂ. കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ, സ്ഥലം മനസ്സിലായല്ലോ. അപ്പോൾ വേറെ എയർപോർട്ടിലോട്ടൊന്നും പോകണ്ട, ഇത് തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് വെച്ചൊരു ലേഡി പറഞ്ഞ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോയിക്കോളാൻ. ഞാൻ വിചാരിച്ച് ദൂരത്തല്ലോ ഓടുന്നു. അങ്ങനെ കണ്ടുപിടിച്ചു മോനെ, നമ്മുടെ സ്ഥലത്തെത്തി. ഇവിടെ അങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ ജസ്റ്റ് എയർപോർട്ടൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങ് വന്നതാണ്. ഇത് കണ്ടോ? കൊള്ളാലോ, അടിപൊളി. നോവോസിർബിസ്ക് എയർപോർട്ട്. പേരൊക്കെ പോയി തെറ്റിപ്പോ. നോവോസിർബിസ്ക് കൊള്ളാലേ, നല്ല രസമില്ലേ? ഇതാണ്ട് എയർപോർട്ട്. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടായിരിക്കും. യെസ്. അപ്പോൾ ഞാൻ പോയിട്ട് സെക്യൂരിറ്റി ചെക്ക് തീർക്കട്ടെ. എൻ്റെ മുമ്പിൽ പോകണ ഈ ചേച്ചിയില്ലേ, ചേച്ചി പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടല്ല പോകണ്ടേ, അങ്ങോട്ടാണെന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ കൂടെ ചെല്ലാൻ പറഞ്ഞു. ഇവരും അങ്ങോട്ടാണെന്ന് തോന്നുന്നത്. പോയി നോക്കാം. ഇത് കൊള്ളാം കേട്ടോ, എനിക്ക് ഈ എയർപോർട്ട് ഇഷ്ടപ്പെട്ട്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, കാണാനും കൊള്ളാം. ഇതിപ്പോൾ ചെക്കിങ് കൗണ്ടറല്ല. ഇതിപ്പോൾ എങ്ങോട്ടാണ് ഈ ചേച്ചി പോകണം? ഇനി പണിയാവോ? ഇവിടെ വലിയ സ്ക്രീനിൽ നമ്മൾ പോകണതിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കൊള്ളാം കേട്ടോ, അടിപൊളി എയർപോർട്ട്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊന്ന് സംശയിച്ച് നിന്നപ്പോൾ ആ ചേച്ചി എന്നെ അങ്ങനെ വിളിച്ച്, പോര്, ഞങ്ങളുടെ കൂടെ തന്നെ പോര് എന്ന് പറഞ്ഞ്. എന്താണെന്നൊരു പിടി കിട്ടണല്ലോ. ഇതല്ലേ വഴി? ഇത് കണ്ട, ഇതാണ് S7 എയർലൈൻ. നമ്മൾ ഈ എയർലൈനാണ് കേട്ടോ പോകുന്നത്. ഇവിടെ സെക്ടർ B എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്. ഇത് അറൈവൽ എന്നാണല്ലോ കാണിക്കണം. ടെർമിനൽ B സെക്ടർ B. നമ്മൾ വേറൊരു ഭാഗത്തെത്തിയേ. ഇവിടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് നോക്കട്ടെ. ഈ ചേച്ചി എങ്ങോട്ടാണ് എന്നെ കൊണ്ട് പോകണം. അപ്പോൾ എനിക്ക് പുറകെ കാണുന്ന ഭാഗത്ത് കുറേ ചെക്കിങ് കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചേച്ചി അവിടെ കൊണ്ടുപോയി പാസ്പോർട്ട് കൊടുത്തു. എൻ്റെ പാസ്പോർട്ടും കൊടുത്തു, അതുപോലെ ബോർഡിംഗ് പാസും കാണിച്ചു. അപ്പോൾ അവർ ചോദിച്ചു വിസ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റഷ്യൻ വിസ, ഈ വിസ ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ പറഞ്ഞ് ദുബായ് വിസ എവിടെയായിരുന്നു. ദുബായ്ക്കല്ലേ പോടാ, നമ്മൾ ഡൊമസ്റ്റിക് ആണല്ലോ കയറി വന്നേ. പക്ഷെ അവിടെ ചോദിച്ചില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ വിസയും കാര്യങ്ങളും, ദുബായ്ക്ക് പോകാനുള്ള UAE വിസ എവിടെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എമിറേറ്റ്സ് ഐ ഡി ഉണ്ട്, അതെടുത്ത് വീശി. അങ്ങനെ എമിറേറ്റ്സ് ഐ ഡി കാണിച്ചു. വിസ എമിറേറ്റ്സ് ഐ ഡി വിസയാണല്ലോ. അങ്ങനെ നമ്മൾ എങ്ങോട്ടോ വീണ്ടും പോകുന്നു. ആ ചേച്ചി നമ്മളെ ഹെൽപ്പ് ചെയ്തതാണേ. അയ്യോ, ഇത്രയും ദൂരം വരണമെന്നാ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് കയറാൻ. അയ്യോ.
അപ്പോൾ നമ്മുടെ സഹായിച്ച ചേച്ചി വെരി ഗുഡ്, പുള്ളിക്കാരത്തേക്ക് ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അവിടെ ട്രൈപോഡിലൊക്കെ വെച്ച് വൺ സെറ്റപ്പ്. ഓക്കെ, ട്രൈപോഡൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റപ്പാണ്. സ്വാസിബോ, താങ്ക് യു. നമ്മളെ നടന്നിങ്ങ് വന്നപ്പോൾ അവിടെ പാസ്പോർട്ട് കൺട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട്, ബോർഡിംഗ് പാസ് അതുമാത്രമേ ചോദിച്ചുള്ളൂ പാസ്പോർട്ടിൽ കൺട്രോളിൽ, വേറെ ഒന്നുമില്ല. എന്നിട്ട് സീലടിച്ച് ഒരു മിനിറ്റ് 2 മിനിറ്റ് എടുത്തു അവിടെ. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ആ ചേച്ചി നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ബാഗിൽ നിന്ന് ട്രൈപോഡൊക്കെ എടുത്ത് സ്റ്റാൻഡിൽ വെക്കുന്നു, ഫോൺ വെക്കുന്നു, സെൽഫി എടുക്കുന്നു. അത് എവിടെയാണ്? പാസ്പോർട്ട് കൺട്രോളിൻ്റെ തൊട്ട് മുമ്പിൽ. ഞാൻ ഒരു പണിയാവുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ചേച്ചി ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ വട്ടം തിരിഞ്ഞാനെ ഈ റഷ്യൻ ഭാഷ ഉള്ള സ്ഥലത്ത്. കുറേ നമ്മൾ നടന്ന് പല വഴി കൂടിയൊക്കെയാണ് നമ്മൾ വന്നത്. അത് ഈ ചേച്ചി ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ഇങ്ങ് എത്തി. ഇനിയിപ്പോൾ അതെ ഇവിടെ സമയം ഗേറ്റ് 26. ഓക്കെ, ഗേറ്റ് 26 എവിടെ? അങ്ങോട്ട് പോകണം. 6:15 ഇഷ്ടം പോലെ സമയമുണ്ട്. 8:30 ഫ്ലൈറ്റ്, 8:25. ഒരു 8 മണിക്കൊക്കെ ബോർഡിങ് തുടങ്ങുള്ളല്ലോ. അപ്പോൾ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. എൻ്റെ കയ്യിൽ ഫുൾ സെറ്റപ്പായിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ ബാഗിൽ ബ്രഷും പേസ്റ്റും എല്ലാം ഉണ്ട്. ഇവിടുന്ന് ഇന്നത്തെ ആദ്യത്തെ വിമാനം നമ്മുടെയാണെന്ന് തോന്നണം. 8:25 കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഫുക്കറ്റ്, അസ്താന, ബീജിങ്, ടാഷ്കണ്ട്, അങ്ങനെ പല സ്ഥലത്തോട്ടും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഫുക്കറ്റിലോട്ടൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് വിടുന്നത് ഉള്ളല്ലേ. പക്ഷേ എല്ലാം S7 എയർലൈനാണ്. ഇവിടുത്തെ മെയിൻ ഒരു എയർലൈനാണ് S7. അങ്ങനെ നമ്മുടെ ഈ യാത്രയിലെ അവസാന വിമാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അയ്യോ തണുക്കണ്. ഇവിടെ ഭയങ്കര തണുപ്പുണ്ട് ഈ എയറോ ബ്രിഡ്ജിൽ. ഇതുണ്ട് ഐസായിട്ടിരിക്കണം കേട്ടോ അവിടെയൊക്കെ. താഴേക്ക് നോക്കിയാൽ കാണാം കേട്ടോ, ഫുൾ ഐസാണ്. അയ്യോ ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല. ഇങ്ങനെ പിടിച്ചാൽ നടക്കണം. പുറത്ത് -24. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. ഇവിടെ എനിക്ക് മനസ്സിലായത് ഫ്ലൈറ്റിലൊക്കെ ആദ്യം വന്ന് കയറിയിരിക്കണം കേട്ടോ, ഏത് സീറ്റാണെങ്കിലും. കാരണം എന്താണെന്നറിയോ, മുകളിൽ ലഗേജ് വെക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്തൊന്നും വെക്കാൻ സ്ഥലം കിട്ടത്തില്ല, ഫുള്ളായി പോകും. കഴിഞ്ഞ ഫ്ലൈറ്റിൽ ഏറ്റവും പുറകെ കൊണ്ട് വെക്കേണ്ടി വന്നു. ആളുകൾ മൊത്തം പോയ ശേഷം വേണം എനിക്ക് ബാഗ് എടുക്കാൻ. അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. ഇത് കുഴപ്പമില്ല, ഇത് കുറച്ച് ഇങ്ങനെ മുന്നോട്ടായിരിക്കുന്നതാണെന്ന് തോന്നണം. മുഖത്തേക്ക് ഇടിക്കുന്ന പോലെയുണ്ട്. പക്ഷേ സീറ്റൊക്കെ കൊള്ളാട്ടോ, നല്ല സീറ്റൊക്കെയാണ്. ഓൾമോസ്റ്റ് ഫുള്ളാന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. ആൾക്കാർ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല അടിപൊളി സീറ്റൊക്കെയാണ്, കൊള്ളാം. S7 എയർലൈനിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. പുറത്ത് നല്ല മഞ്ഞ കണ്ടോ. അപ്പോൾ ഈ ഒരു നോവോസിബിർസ്കിന്ന് 8:30 ഫ്ലൈറ്റ് എടുക്കണേ. നമ്മൾ ദുബായിൽ ഏതാണ്ട് 11:30 ആകുമ്പോൾ എത്തും. അതായത് 9:30, 10:30, 11:30, 3 മണിക്കൂർ. പക്ഷേ നമ്മൾ ഈ വിമാനത്തിൽ 6.5 മണിക്കൂർ യാത്ര ചെയ്യും. എന്തൊക്കെയാണ് ഭയങ്കര രസമാണ്. ടൈം സോൺ വീണ്ടും മാറണം. ഇന്ന് ആലോചിച്ച് നോക്കി, എത്ര ടൈം സോണുകൾ കടന്നിട്ടാണ് നമ്മളിവിടെ എത്തിയത്. എത്ര ടൈം സോണല്ലേ. ഭയങ്കരമായിട്ട് ചേഞ്ചാണ്. യാക്കുസ്കും ഈ നോവോസിബിർസ്കും തമ്മിൽ 2 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെയാണ്, രസമാണ്. 6.5 മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ 3 മണിക്കൂർ മുമ്പേ എത്തും. മനസ്സിലായേ? അങ്ങനെയൊക്കെ രസമാണ്. ഇത് കണ്ട, ദുബായി ആയിട്ട് 3 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. യാക്കുസ്കായിട്ട് ഈ ഒരു സ്ഥലം നോവോസിബിർസ്ക് 2 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. മോസ്കോ ആയിട്ട് 4 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. വേറൊരു രസമുള്ളത്, നമ്മൾ യാക്കുസ്ക് നിന്നില്ലേ, ആ സമയത്ത് മോസ്കോ ആയിട്ട് 6 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. ഒരു രാജ്യത്ത് തന്നെ എത്ര ടൈം സോണുകളാണല്ലോ പോകുന്നത്. റഷ്യയിൽ ടോട്ടൽ 11 ടൈം സോണുണ്ട് ഒരു രാജ്യത്ത്. എന്താണല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണല്ലോ. അതെ, പുറത്തത്തെ ടെമ്പറേച്ചർ -26 കാണിക്കണം. ഇവിടെ -26. അതേസമയം 6 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ മൈനസൊക്കെ മാറി 15 ഡിഗ്രിയിലോട്ട് ചെല്ലും. വേണ്ട, ഇർക്കുസ്കിൽ ഇപ്പോൾ -27, യാക്കുസ്കിൽ -31, കൊച്ചിയിൽ -24. ഇതൊക്കെയാണ്. -24 അല്ല, വെറും 24. മൊത്തം മൈനസിൻ്റെ കളി പറഞ്ഞപ്പോൾ ശീലമായി. ബോർഡിങ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇരിക്കാൻ ആരും വന്നില്ല.
ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളാണ്, എല്ലാ സീറ്റിലും ആളുണ്ട്, ഇവിടെ മാത്രമില്ല. അങ്ങനെയാണ് തകർക്കാം, ഉറങ്ങാൻ ഇങ്ങനെ വിശാലമായിട്ട്. നോക്കട്ടെ, ലാസ്റ്റ് നിമിഷം ആരെങ്കിലും വന്നിരിക്കാവോ. നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു, ഇവിടെ ആരുമില്ല കിടക്കാം. അങ്ങനെ നോവോസിബ്രിസ്കിനോടും റഷ്യനോടും നമ്മൾ വിട പറയുന്നു. നമ്മുടെ വിമാനം ദേ പറന്നു, എയർലായി. ഇത് കണ്ട സൺറൈസ്, എൻ്റെ മോനെ ഈ ട്രിപ്പ് കൊള്ളാം. സൺസെറ്റും കണ്ടു, സൺറൈസും കണ്ടു. സമയം 10 മണി. ഇതുണ്ടാ അടിപൊളി. എൻ്റെ ഇപ്പുറത്ത് ആരോ വന്നിരുന്നു, ചുമ്മാ വന്നിരുന്നു. സൺറൈസ്. ഫുഡ് വന്നേ ചിക്കനും ഫിഷും ഉണ്ട്. ഞാൻ ചിക്കൻ പറഞ്ഞു, കഴിക്കട്ടെ. ചിക്കനും കുറച്ച് റൈസും പിന്നെ ബണ്ണും അതുപോലെ കുറച്ച് ഡെസേർട്ടൊക്കെ ഉണ്ട്. ഇതാണ് ഫുഡ്. നമ്മുടെ വിമാനം പോകുന്ന റൂട്ട് കണ്ട, ഇതാണ് നോവോസിബ്രിസ്ക്, റഷ്യ. അവിടുന്ന് നേരെ കസാക്കിസ്ഥാൻ. ഇപ്പോൾ കസാക്കിസ്ഥാൻ്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത്. പിന്നെ നേരെ ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ നമ്മൾ നേരത്തെ പോയ രാജ്യം. അവിടുന്ന് ഇറാൻ കടന്നിട്ട് പിന്നെ പേർഷ്യൻ കടൽ കടന്ന് ദുബായ് എത്തും. അതാണ് റൂട്ട്. കണ്ടോ? അങ്ങനെ UAE സമയം ഇപ്പോൾ 10:45. നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നു. ഒരു 11 മണിയാകുമ്പോഴേക്കും ലാൻഡ് ചെയ്യുമായിരിക്കും. കാര്യമായിട്ടൊന്നും ഉറങ്ങിയൊന്നുമില്ല. പിന്നെ ചുറ്റും പിള്ളേരായിരുന്നു, പുറകിലും മുമ്പിലും സൈഡിലും ഒച്ചപ്പാട് ബഹളവും സീറ്റ് ചവിട്ടൽ പൊളിക്കൽ. പിള്ളേരുണ്ടെങ്കിൽ ഉറക്കമൊന്നും നടക്കില്ല, അതുകൊണ്ട് ഉറങ്ങിയില്ല. പിന്നെ ഞാനിപ്പോൾ നോക്കുമ്പോഴല്ലോ, ഇത് എനിക്ക് തോന്നുന്നത് റാസൽ ഗൈമയെന്ന് തോന്നുന്നു. ഈ ഏരിയ കണ്ടാ, റാസൽ ഗൈമയുടെ ഏരിയ കണ്ടാന്നാണ് തോന്നുന്നത്. UAEയുടെ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. താഴെ കാണുന്നത് പേർഷ്യൻ ഗൾഫാണ്. ഞാൻ നോക്കുമ്പോഴേ ഒരു ഫ്ലൈറ്റ് താഴെ കൂടി പോണു, പക്ഷെ എനിക്ക് വീഡിയോ കിട്ടിയില്ല, ഭയങ്കരമായിട്ട് ബ്ലറായിപ്പോയി. അത് ഒന്നാമത് ഇതിനകത്ത് മൊത്തം ഐസാണ്, അത് കാരണം വീഡിയോ മര്യാദയ്ക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കിടിലം കഴിച്ചത്. തൊട്ട് താഴെ കൂടി ഒരു ഫ്ലൈറ്റ് അങ്ങ് പോകുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്നു. ദുബായിലോട്ട് ലാൻഡ് ചെയ്യുന്നു. നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നു. ഇപ്പം തറയെ മുട്ടും. ഭൂമിയിലിറങ്ങി. വെൽക്കം ടു ദുബായ്. അങ്ങനെ നമ്മൾ ദുബായിലെത്തി. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വേറൊരു ദിവസമാണ്, വേറൊരു യാത്രയ്ക്ക് വേണ്ടി പോവാണ്. യെസ്. അപ്പോൾ എന്തായാലും പുതിയ കാഴ്ചകളും പുതിയ യാത്രകളും ഒക്കെ ആയിട്ട് വരാം. ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.